എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിഷു വന്നെത്തി. വിഷുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോരുത്തർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ലോണം അറിയുന്നുണ്ടാവും. എങ്കിൽ പോലും ചെറിയൊരു 2-3 കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. സാധാരണയായിട്ട് നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസം നാളെ കണിയൊക്കെ ഒരുക്കി വെക്കും അല്ലേ. വിഷുവിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. കണി ഒരുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ചടങ്ങാണ്. പണ്ടൊക്കെ എല്ലാവരും കൂടിയിരുന്ന് വളരെ വിസ്തരിച്ചാണ് കണി ഒരുക്കാറ്. ഇപ്പോൾ ആളുകളുടെ സമയക്കുറവ് മൂലം ആളുകൾ താമസിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ അതിനൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും നമ്മളെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ കണിയൊരുക്കാറ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളാണല്ലേ. വിഷുക്കണിയിൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് കൃഷ്ണൻ്റെ വിഗ്രഹം അല്ലേ. ഭഗവാനെ കണി കണ്ടിട്ടാണ് നമ്മുടെ ഈ ഒരു വർഷം തുടങ്ങുന്നത്. അത്ര ഐശ്വര്യപ്രദമാവണമെന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവും. വിഷു രാവിലെ നമ്മൾ കണി കാണുന്നതോടുകൂടി നമ്മുടെ എല്ലാ കഷ്ടപ്പാടും ദുരിതമൊക്കെ മാറിയിട്ട് നമുക്ക് ഏറ്റവും സമ്പൽ സമൃദ്ധിയുടെ ഒരു വർഷം ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അല്ലേ. അപ്പോൾ ഭഗവാനെ നമ്മൾ എന്തായാലും കാണണം. അതിൻ്റെ കൂടെ നമ്മൾ ആ ഉരുളിയിൽ വെക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ കാണണം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്തൊക്കെയാണ് വിഷുക്കണിയിൽ സാധാരണയായിട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഭഗവാനെ കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് പെട്ടെന്ന് എണീറ്റ് പോരാതെ നമ്മൾ കുറച്ച് നേരം ഭഗവാനെ നല്ലോണം നോക്കി പ്രാർത്ഥിക്കുക. നമ്മുടെ ഒരു വർഷം നമുക്ക് ഏറ്റവും സമ്പൽ സമൃദ്ധമായിട്ട് ആയിത്തീരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞോളൂ. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. നമ്മളെന്ത് വിളിച്ച് കരഞ്ഞ് പറഞ്ഞാലും ഭഗവാൻ കേൾക്കാറുണ്ട് അല്ലേ. നമ്മുടെ ഓരോ ചെറിയ ആവശ്യങ്ങളും ഭഗവാൻ അറിയാം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ. നമുക്ക് അടുത്ത ഒരു വർഷം ഏറ്റവും സമ്പൽ സമൃദ്ധിയുടെ ആയിത്തീരണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിനുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. മക്കൾക്ക് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ കേൾക്കും. ഈ ഒരു വിഷു കൈനീട്ടം എന്നുള്ള ഒരു ചടങ്ങുണ്ട്. വിഷുവിൻ്റെ അന്ന് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ ബാക്കിയുള്ള എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കൈനീട്ടമൊക്കെ വാങ്ങിയിട്ട് അത് അലക്ഷ്യമായിട്ട് അവിടെയും ഇവിടെയും വെക്കാണ്ട് വെറുതെ ചിലവാക്കാണ്ട് നമ്മളൊരു കാര്യം ചെയ്യുക, ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അടുത്ത വിഷു വരെയെങ്കിലും ഈ പണം നമ്മുടെ എവിടെയാണോ പണമൊക്കെ സൂക്ഷിക്കുന്നത് ആ സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. അത് വളരെ ഐശ്വര്യത്തോടു കൂടി നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു വർഷം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വർഷം ആവണേ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് തരുന്ന പണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പണവും കൊന്നപ്പൂവും അക്ഷതവും കൂടിയിട്ടാവും തരിക. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളതൊരു നല്ലൊരു കവറിലൊക്കെ ആക്കിയിട്ട് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് എടുത്ത് വയ്ക്കും. അടുത്ത വിഷുക്കാലം വരെ അത് സൂക്ഷിച്ച് വയ്ക്കും. എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മളെ കുടുംബത്തിനുണ്ടാവും. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മെ അലട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് വിശ്വാസങ്ങൾ. അപ്പോൾ ഓരോരുത്തർക്കും ഏറ്റവും ശ്രേയസ്കരമായ ഒരു വർഷം ഉണ്ടാവട്ടെ, ഏറ്റവും നല്ലൊരു വിഷുക്കാലമാവട്ടെ, ഏറ്റവും നല്ല എല്ലാ നന്മകളും എല്ലാവരിലും ഉണ്ടാവട്ടെ, എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.